നമ്മളൊരു വെഡിങ്ങിന് ചെന്ന് കഴിഞ്ഞാൽ സാധാരണ കേൾക്കുന്ന ഒരു സംഭവമാണ് നിർത്ത് മതി, നമുക്ക് സമയമായി ഇറങ്ങണം, അല്ലെങ്കിൽ വീട്ടിൽ കയറേണ്ട സമയമായി, നമുക്ക് ഊണ് അടിക്കേണ്ട സമയമായി, പള്ളിയിൽ അച്ഛൻ വഴക്ക് പറയും എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ സാധനങ്ങൾ നമ്മൾ സ്ഥിരമായിട്ട് ഒരു ക്ലീശ പോലെ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. ഒരു ഫോട്ടോഗ്രാഫർക്ക് ഒരു ക്ലയന്റ് പേയ്മെന്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു പൈസ പറഞ്ഞ് ഒരു എമൗണ്ട് പറഞ്ഞിട്ടാണ് ഈ ജോലി ഏൽപ്പിക്കണേ. ആ ജോലി ഏൽപ്പിക്കുമ്പോൾ പേയ്മെന്റ് മാത്രം കൊടുത്താൽ പോരാ, കൊടുക്കേണ്ട വേറൊരു സാധനം ഉണ്ട്. അതെന്താ വെച്ചാൽ സമയമാണ്. സമയമില്ലാണ്ട് നമ്മൾ എങ്ങനെയാണ് ഫോട്ടോ എടുക്കുക? എല്ലാവരും വിചാരം 2 ക്ലിക്ക് എടുക്കുമ്പോഴേക്കും സാധനം ഓക്കെ ആവുന്നതാണ്. ഇതൊരു പ്രോസസ്സാണ്. അതായത് നമ്മുടെ മുമ്പിലുള്ള ഈ കപ്പിള് അവർ വാമപ്പായി വരാനൊക്കെ കുറച്ച് സമയം എടുക്കും. അപ്പോൾ 2-3 ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അവരായിട്ടൊരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് കഴിഞ്ഞ ശേഷമാണ് നമ്മൾ ആക്ച്വലി നല്ല പടങ്ങളിലേക്ക് നമുക്ക് കിട്ടി തുടങ്ങുള്ളൂ. അപ്പോൾ ഇത് കണ്ടു നിൽക്കണവർക്ക് ഇത് മനസ്സിലാവില്ല. കണ്ടു നിൽക്കണവർ വിചാരിക്കുന്നത് 2 ഫോട്ടോ എടുത്തൂല മതിയില്ലേ എന്നുള്ളതാണ്. നമുക്ക് നല്ല പടങ്ങളിലേക്ക് നമ്മൾ എത്തണമല്ലോ, അപ്പോഴേക്കും വന്നിട്ട് നമ്മളെ ബ്ലോക്ക് ചെയ്യും. അപ്പൊ ഇതില് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താ വെച്ചാൽ, പ്ലാൻ ചെയ്യുമ്പോൾ നമ്മുടെ ഫോട്ടോഗ്രാഫറെയും കൂടി അതിലേക്ക് ഇൻവോൾവ് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുക. അപ്പൊ ഒരു ദിവസം അവരുടെ കൂടെ ഇരുന്നിട്ട് ഇങ്ങനെയാണ് നമ്മൾ ഇതൊക്കെ ഉദ്ദേശിക്കുന്നത്, നമുക്ക് ഇത് ഇത്ര സമയമാണ് നമ്മൾ ഫോട്ടോഗ്രാഫിക്ക് വേണ്ടി വെക്കുന്നത്, ഇത്ര സമയത്തിൽ മേക്കപ്പ് തീരും, ഇത്ര സമയത്തിൽ നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം, ഇങ്ങനെ അത് പ്ലാൻ ചെയ്യുമ്പോൾ ഈ ക്ലയന്റിനും ഇതിനെപ്പറ്റി ധാരണ ഉണ്ടാവും, ഫോട്ടോഗ്രാഫർക്കും ധാരണ ഉണ്ടാവും. ഞാൻ പറയാന്ന് വെച്ചാൽ ഒരു പേപ്പറിൽ അത് എഴുതി 2 കൂട്ടർക്കും ഈ സാധനം എല്ലാവരുടെ കയ്യിലുണ്ടാവണം. ഏറ്റവും രാവിലെ ഏറ്റവും ഫസ്റ്റ് കല്യാണ വീട്ടിൽ വരുന്നതും ഏറ്റവും ലാസ്റ്റ് കല്യാണ വീട്ടിൽ നിന്ന് പോണ ആൾക്കാർ ഫോട്ടോഗ്രാഫർമാരാണ്. അവർ ഏറ്റവും ക്ലോസ് ആയിട്ട് ഒരു വെഡിങ്ങിനെ വാച്ച് ചെയ്യുന്ന ആൾക്കാരാണ്, അത് ഷൂട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ആ കല്യാണത്തിൽ എന്തൊക്കെയായിരുന്നു ഹൈലൈറ്റ്സ്, എന്തൊക്കെയായിരുന്നു അതിൻ്റെ ചെറിയ പോരായ്മകൾ എന്നൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റും. ഇതൊരിക്കലും ബാക്കിയുള്ളവർക്ക് പൂർണ്ണമായിട്ട് അവരതിൻ്റെ ഇടയിൽ വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന പോകുന്ന ആൾക്കാരാണ്. ഞാനിപ്പോൾ എൻ്റെ ക്ലയൻസിനൊക്കെ ചെയ്യണ കാര്യമാണ്, അവരുടെ കൂടെ ഇരുന്നിട്ട് ആ വെഡിങ്ങിൻ്റെ പ്ലാൻ ചെയ്യുമ്പോൾ എഴുതും. ആ ടൈം, വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയം, മേക്കപ്പിൻ്റെ സമയം, ഇതൊക്കെ ഇങ്ങനെ എഴുതി ഉണ്ടാക്കിയിട്ട് അതൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകുമ്പോൾ നമുക്ക് ഈ ഒരു പ്രശ്നം, കൺഫ്യൂഷൻ ഒഴിവാക്കാൻ പറ്റും.